നമസ്കാരം, കിളിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിന് 3 കപ്പ് കടലമാവിന്റെ പൊടി, 1 കപ്പ് അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, അല്പം കായപ്പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഞാൻ ഇതിവിടെ 3 എല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 പങ്കാക്കി 1 പങ്ക് ചപ്പാത്തി പരുവത്തിലും 1 പങ്ക് ദോശമാവിന്റെ പരുവത്തിലും കലക്കിയെടുക്കണം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം സേവനാഴിയിൽ ചപ്പാത്തി പരുവത്തിലുള്ള മാവ് എടുത്ത് പീച്ചി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മിക്സറിൽ നീളത്തിൽ കോലായി കിടക്കില്ലേ, അതാണ് ഇതിന്റെ പേര് എന്ന് പറയണം. ഇത് നമ്മൾ അവസാനം ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഓട്ടോട്ടുള്ള ഒരു കരണ്ടി വെച്ച് അതിന് മുകളിൽ മാവ് കോരി ഒഴിച്ച് മറ്റൊരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ തേച്ചു കൊടുക്കണം. അപ്പൊ ബോൾസ് ആയിട്ട് എണ്ണയിലേക്ക് വീഴും. ഇതിനാണ് നമ്മൾ ബൂന്തി എന്ന് പറയുന്നത്. മിക്സറിൽ ബോളായിട്ട് കിടക്കുന്നുണ്ട്. ഈ ബൂന്തി നന്നായി മൂത്ത് വരണം. ഇതിന് കുറച്ച് സമയം എടുക്കും. അതിനുശേഷം നിലക്കടല വറുത്ത് കോരി എടുക്കാം. നന്നായി മൂക്കണം, പക്ഷെ കരിയാതെ നോക്കണം. ഇനി നമുക്ക് ഒരു പിടി വെളുത്തുള്ളി, ഇത് തോലോട് കൂടിയുള്ള വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, ഇത് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോ കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പിടി കറിവേപ്പില എണ്ണയിൽ മൂത്ത് കോരി എടുത്തു വെക്കാം. ഇപ്പൊ മിക്സറിന് വേണ്ട വെള്ളം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വെക്കാം. നല്ല വെളുത്തുള്ളിയുടെ മണമൊക്കെ ഉള്ള നല്ല അടിപൊളി മിക്സറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.